കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ ഇന്നത്തെ ദിവസം സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടും. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ വാർത്ത കൊണ്ട് കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിറപ്പിച്ച ഒരു അസാധാരണ സംഭവത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ട്. മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും 24 ന്യൂസും മീഡിയ വണ്ണും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ മാധ്യമ സിൻഡിക്കേറ്റ് ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? റിപ്പോർട്ടർ TV എന്ന ചാനലിനെ, അതിൻ്റെ നേതൃത്വത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, അവരെ ചവിട്ടിത്താഴ്ത്തുക. മെസ്സി വിവാദം പോലെയുള്ള ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങൾ എടുത്തിട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ അവർ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. റിപ്പോർട്ടർ TV മേധാവി ആൻഡ്രൂ അഗസ്റ്റിനെതിരെ നിരന്തരം വാർത്തകൾ നൽകി. ആ ചാനലിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നതായിരുന്നു അവരുടെ അജണ്ട. എന്നാൽ ഈ മാധ്യമ വേട്ടയാടലുകൾക്ക് പിന്നിലെ യഥാർത്ഥ അണിയറക്കഥകൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പുറത്തു വരികയാണ്. മാധ്യമ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ റിപ്പോർട്ടർ ചാനലിനെതിരെ ഇപ്പോൾ നടക്കുന്നത് തികച്ചും ആസൂത്രിതവും സംഘടിതവുമായ നീക്കങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, രണ്ടാം വരവിൽ റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കിയ അമ്പരപ്പിക്കുന്ന വളർച്ചയും മുന്നേറ്റവും തന്നെയാണ്. ഈ ചാനലിൻ്റെ പുതിയ ശൈലിയും അവതരണ രീതിയും കണ്ട് അന്തം വിട്ട പരമ്പരാഗത പത്രമുത്തശ്ശന്മാരുടെ ചാനലുകൾക്ക് പലപ്പോഴും തങ്ങളുടെ ശൈലി തന്നെ മാറ്റേണ്ടി വന്നു. നിലവിൽ ഔദ്യോഗിക ബാർക്ക് റേറ്റിംഗുകൾ പുറത്തു വരുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന വമ്പൻ കുതിപ്പും വ്യൂവർഷിപ്പും മറ്റു മുഖ്യധാരാ ചാനലുകളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. തങ്ങളുടെ കൈകളിൽ നിന്നും വ്യൂവേഴ്സ് ചോർന്നു പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുള്ള അസൂയയും അസഹിഷ്ണുതയുമാണ് ഈ കൂട്ടായ ആക്രമണത്തിന് പിന്നിൽ. ഇതിനു പുറമെ രാഷ്ട്രീയമായ ചില താൽപ്പര്യങ്ങളും ഇതിലുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും അനുകൂലമായി റിപ്പോർട്ടർ ചാനൽ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെസ്സി വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ വിവാദത്തിന് തിരികൊളുത്തിയ റിപ്പോർട്ട് പുറത്തുവിട്ടത് മനോരമയാണ് എന്നതും അത് മുൻപ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടപടിക്ക് വിധേയനായ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് ആണ് എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, അതിൻ്റെ മറവിൽ രാഷ്ട്രീയമായ ചില അജണ്ടകൾ കൂടി നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് വ്യക്തം. പക്ഷേ അവർക്കൊരു തെറ്റുപറ്റി. ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സിംഹത്തെ പോലെ റിപ്പോർട്ടർ TV ഗർജിച്ചു. ആ ഗർജനത്തിൽ ഇന്ന് വിറച്ചത് ആ മാധ്യമ സിൻഡിക്കേറ്റ് മാത്രമല്ല, കേരളം ഭരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതുമായ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാണ്. അതെ, ഓഗസ്റ്റ് 16 ഞായറാഴ്ച റിപ്പോർട്ടർ ചാനൽ അവരുടേതാക്കി മാറ്റി. കോൺഗ്രസിനും BJPക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളുടെ തുടക്കമാണിത് എന്ന് വ്യക്തമാക്കി തരുന്ന നീക്കങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. മാധ്യമരംഗം എന്നത് ഇന്ന് വലിയൊരു മത്സരവേദിയാണ്. അവിടെ ഒന്നാമനാകാൻ എന്ത് കുറുക്കുവഴിയും സ്വീകരിക്കുന്നവരാണ് പലരും. റിപ്പോർട്ടർ ചാനൽ പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നത് മുതൽ മറ്റു ചാനലുകൾക്ക് വലിയൊരു ഭയം തുടങ്ങിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ജനങ്ങൾക്കിടയിൽ റിപ്പോർട്ടറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത തന്നെ. തങ്ങളുടെ റേറ്റിംഗ് ഇടിയുമെന്നും തങ്ങളുടെ കുത്തക തകരുമെന്നും ഭയന്ന ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ അവർ കിണഞ്ഞു ശ്രമിച്ചു. വ്യക്തിപരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ചാനൽ മേധാവിയുടെ പഴയകാല ദൃശ്യങ്ങളും രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും വലിയ വാർത്തയാക്കി. ഇതാ കണ്ടില്ലേ, ഇവർക്ക് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർ രാവും പകലും കഷ്ടപ്പെട്ടു. സൈബർ ഇടങ്ങളിൽ അവർക്കായി കൂലിപ്പടയാളികൾ ഉറഞ്ഞുതുള്ളി. കോൺഗ്രസിൻ്റെയും BJPയുടെയും സൈബർ ഹാൻഡിലുകൾ റിപ്പോർട്ടർ ചാനലിനെയും അതിലെ മാധ്യമപ്രവർത്തകരെയും ക്രൂരമായി പരിഹസിച്ചു. ഒരുപക്ഷെ ഏതൊരു സാധാരണ മാധ്യമ സ്ഥാപനവും ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുമായിരുന്നു, പ്രതിരോധത്തിലാകുമായിരുന്നു. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർ പാടുപെടുമായിരുന്നു. എന്നാൽ അവിടെയാണ് റിപ്പോർട്ടർ ചാനൽ തങ്ങളുടെ മാസ്റ്റർ സ്ട്രോക്ക് പുറത്തെടുത്തത്. തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചവർക്ക് നേരെ, തങ്ങളെ വ്യക്തിഹത്യ ചെയ്തവർക്ക് നേരെ അതേ നാണയത്തിൽ മറുപടി പറയാൻ അവർ നിന്നില്ല. പകരം പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അവർ പുറത്തെടുത്തു. അതൊരു എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. വെറുമൊരു വാർത്തയല്ല, കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു വലിയ ബോംബ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, എക്കാലത്തും വിവാദങ്ങളുടെ തോഴനായ BJP നേതാവ് PC ജോർജിൻ്റെ ഒരു ശബ്ദരേഖ. ഒരു മുന്നറിയിപ്പുമില്ലാതെ റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ശരിക്കും കേരളമൊന്ന് നടുങ്ങി. എന്തായിരുന്നു ആ വാർത്ത? വെറും നിസ്സാരമായ ഒരു കാര്യമല്ല. BJP നേതൃത്വം തിരഞ്ഞെടുപ്പ് ഫണ്ടായി നൽകിയ 4.5 കോടി രൂപ പ്രാദേശിക നേതാക്കൾ വെട്ടിച്ചു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. പൂഞ്ഞാർ പോലൊരു A ക്ലാസ് മണ്ഡലത്തിൽ പാർട്ടി നൽകിയ ഫണ്ട് താഴെത്തട്ടിൽ എത്തിയിട്ടില്ലെന്നും ബൂത്ത് തലത്തിൽ നൽകേണ്ട 31,000 രൂപ നേതാക്കൾ മുക്കിയെന്നും PC ജോർജ് തൻ്റെ തനതായ ശൈലിയിൽ തുറന്നടിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. പാർട്ടിയുടെ ഫണ്ട് അടിച്ചുമാറ്റി പുതിയ കാർ വാങ്ങിയവരോട് ആ കാർ ഇടിച്ച് തകർന്നു പോകുമെന്ന് അദ്ദേഹം ശപിക്കുന്നതും നമ്മൾ കേട്ടു.
ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, എത്ര കൃത്യമായ ആസൂത്രണത്തോടെയാണ് റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടത് എന്ന്. തങ്ങളെ വേട്ടയാടാൻ ഇറങ്ങിയ BJPയുടെ സൈബർ പോരാളികൾക്ക് ഇതിലും വലിയൊരു പ്രഹരം കൊടുക്കാൻ കഴിയില്ല. പാർട്ടിക്കുള്ളിലെ അതീവ രഹസ്യമായ തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലെയുള്ള ഒരു വിഷയം, അതും മുതിർന്ന ഒരു നേതാവ് തന്നെ തുറന്നു പറയുന്നതിൻ്റെ കൃത്യമായ തെളിവ് പുറത്തു കൊണ്ടുവരിക എന്നത് ചില്ലറ കാര്യമല്ല. അതിന് അസാമാന്യമായ മാധ്യമ സ്വാധീനവും വ്യക്തമായ സോഴ്സുകളും ആവശ്യമാണ്. റിപ്പോർട്ടർ ചാനൽ മേധാവി BJP പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു അത്. ആ വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള മണിക്കൂറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? BJP പാളയത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെയാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 40 ലക്ഷം രൂപ മാത്രം ചിലവാക്കാൻ അനുമതിയുള്ളിടത്ത് 4.5 കോടി രൂപയുടെ ഫണ്ട് വന്നുവെന്ന് സ്വന്തം നേതാവ് തന്നെ പറയുമ്പോൾ പാർട്ടി എന്തു മറുപടി പറയും? അക്ഷരാർത്ഥത്തിൽ BJP നേതൃത്വം വിയർത്തു. PC ജോർജിനെ കൊണ്ട് തന്നെ ആ പ്രസ്താവന തിരുത്തിക്കാൻ അവർ നിർബന്ധിതരായി. തന്നെ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ആരും പണം മോഷ്ടിച്ചിട്ടില്ലെന്നും പറഞ്ഞ് PC ജോർജ് മലക്കം പറഞ്ഞു. ഈ ഒറ്റ വാർത്ത സൃഷ്ടിച്ച ഇമ്പാക്റ്റ് എത്ര വലുതായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി നമുക്ക് മറ്റ് മാധ്യമങ്ങളുടെ അവസ്ഥയിലേക്ക് വരാം. മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും അടങ്ങുന്ന വമ്പന്മാർ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് വരെ റിപ്പോർട്ടർ ചാനലിനെതിരെ കുരിശുയുദ്ധം നടത്തിയ ഇവർക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും സമനില തെറ്റി. കാരണം വാർത്താ മാധ്യമങ്ങളുടെ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്. എത്ര വലിയ ശത്രുതയാണെങ്കിലും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, സമൂഹത്തിന് വലിയ ചലനമുണ്ടാക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് മറ്റൊരു ചാനൽ കൊടുത്താൽ അത് കണ്ടില്ലെന്ന് നടിക്കാൻ അവർക്ക് കഴിയില്ല. റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെ പോകാൻ ഈ വമ്പൻ ചാനലുകൾ നിർബന്ധിതരായി. ഏഷ്യാനെറ്റും മറ്റും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ നൽകി. ഒരുപക്ഷെ വലിയ നാണക്കേടോടെയാകാം അവർ അത് ചെയ്തത്. തങ്ങൾ ഒതുക്കാൻ ശ്രമിച്ച ഒരു ചാനൽ തങ്ങളെക്കാൾ കാതം മുന്നിലൂടെ കുതിച്ചു പായുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇന്നത്തെ ദിവസം മാധ്യമരംഗത്ത് അജണ്ട നിശ്ചയിച്ചത് റിപ്പോർട്ടർ TVയാണ്. അവരുടെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളാണ് ഇന്ന് കേരളത്തിലെ ഓരോ ചായക്കടകളിലും, ഓരോ വീടുകളിലും, ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചർച്ച ചെയ്യപ്പെട്ടത്. അതൊരു വലിയ വിജയമാണ്. മാധ്യമരംഗത്ത് അവർക്കുള്ള സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഈ ഒറ്റ സംഭവം തെളിയിക്കുന്നു. റിപ്പോർട്ടർ TVക്ക് കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകാൻ കഴിവുള്ളവരും ധൈര്യമുള്ളവരുമായ സോഴ്സുകൾ എവിടെയൊക്കെയോ ഉണ്ടെന്ന് മറ്റു മാധ്യമങ്ങൾക്ക് മനസ്സിലായി. തങ്ങൾ ചെയ്തതിനൊക്കെയും തങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന കാലം വിദൂരമല്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം അവർക്ക് നൽകുന്നത്. പക്ഷേ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് മാധ്യമങ്ങളല്ല, മറിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും. റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കെട്ടണമെന്ന് ആഗ്രഹിച്ചവരിൽ മുൻപന്തിയിൽ ഇവർ രണ്ടുപേരുമുണ്ട്. കാരണം വിട്ടുവീഴ്ചയില്ലാത്ത പത്രപ്രവർത്തനം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നും വലിയ തലവേദനയാണ്. ഇന്നത്തെ സംഭവത്തോടെ ഇവർക്കൊരു കാര്യം വ്യക്തമായി. തങ്ങളുടെ പാർട്ടി ഓഫീസുകൾക്കുള്ളിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ നടക്കുന്ന രഹസ്യങ്ങൾ പോലും സുരക്ഷിതമല്ല. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സംബന്ധിച്ച ഇത്രയും സെൻസിറ്റീവായ ഒരു കാര്യം പുറത്തു വന്നെങ്കിൽ നാളെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പുറത്തു വരാം. എവിടെ നിന്നാണ് തങ്ങളുടെ രഹസ്യങ്ങൾ ചോരുന്നതെന്ന് അവർക്കറിയില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ ക്യാമറകളും മൈക്കുകളും തങ്ങൾക്ക് ചുറ്റും എവിടെയൊക്കെയോ ഉണ്ടെന്ന തോന്നൽ അവരെ നിരന്തരം വേട്ടയാടും. BJPക്കും കോൺഗ്രസിനും ഇനി വരാനിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. തങ്ങളുടെ ഇടയിൽ ഒറ്റുകാർ ഉണ്ടോ എന്ന സംശയം അവരെ വല്ലാതെ അലട്ടും. ഇനി ഈ അവസരത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചില സുപ്രധാന ചോദ്യങ്ങളുണ്ട്. റിപ്പോർട്ടർ ചാനൽ മേധാവിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും സൈബർ പോരാളികളോട്, അവരെ അനുകൂലിക്കുന്ന ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകളോട് സാധാരണക്കാരായ നമുക്ക് ചിലത് ചോദിക്കാനുണ്ട്. BJP ഇന്നൊരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സാധനം അവർ പുറത്തുവിട്ടത്. റിപ്പോർട്ടർ ചാനൽ മേധാവി ആൻഡ്രൂ അഗസ്റ്റിൻ ഏതോ ഒരു BJPയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആ ചിത്രം സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ സത്യമാണെങ്കിൽ തന്നെ നിങ്ങൾ ചിലരുടെ ചരിത്രമൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ആരാണ് സന്ദീപ് വാര്യർ? കുറച്ചുനാൾ മുൻപ് വരെ BJPയുടെ തീപ്പൊരി നേതാവായി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിനെയും CPMനെയും കീറി മുറിച്ച വ്യക്തിയല്ലേ അദ്ദേഹം? എന്നിട്ട് അവസാനം അദ്ദേഹം എവിടെ പോയി നിന്നു? കോൺഗ്രസിൻ്റെ വേദിയിൽ. ഇന്നലെ വരെ അദ്ദേഹത്തെ തെറി വിളിച്ച കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചില്ലേ? അതല്ലേ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയം? അതുപോലെ ആരാണ് ഇന്നത്തെ ഈ വിവാദ നായകനായ BJP നേതാവ് PC ജോർജ്? കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം കടന്നുപോകാത്ത പാർട്ടികളുണ്ടോ? UDFും LDFും കേരള കോൺഗ്രസിൻ്റെ എല്ലാ ഗ്രൂപ്പുകളും കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ അദ്ദേഹം BJPയിലെത്തി. BJPയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ഇപ്പോൾ അതേ പാർട്ടിയുടെ ഫണ്ട് വെട്ടിപ്പിനെതിരെ പരസ്യമായി സംസാരിക്കുന്നു. ഇനി മറ്റൊരാൾ, ആരാണ് റെജി ലൂക്കോസ്? ഓരോ കാലത്തും സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുകയും മുന്നണികൾ മാറുകയും ചെയ്യുന്ന എത്രയോ പേരെ നമ്മൾ ഈ കേരളത്തിൽ ദിവസവും കാണുന്നു.
ഇവരുടെയൊക്കെ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ച് ചോദിക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ അജണ്ടകളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് പാർട്ടി മാറുമ്പോഴോ നിലപാട് മാറുമ്പോഴോ അതിനെ രാഷ്ട്രീയ തന്ത്രം എന്ന് വിളിക്കുന്നവർ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ തലവൻ ഒരു പൊതുവേദിയിൽ പങ്കെടുത്താൽ ഉടൻ അതിന് രാഷ്ട്രീയ അജണ്ട എന്ന് മുദ്ര കുത്തുന്നു. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക. മാധ്യമരംഗത്ത് അത്രത്തോളം സ്വാധീനമില്ലായിരുന്നെങ്കിൽ, ഇത്രയും കൃത്യമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള നെറ്റ്വർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും റിപ്പോർട്ടർ ചാനലിന് ഇങ്ങനെയൊരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിടാൻ കഴിയില്ലായിരുന്നു. ഇതിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. വ്യാജ വാർത്തകളും വ്യക്തിഹത്യകളും കൊണ്ട് താൽക്കാലികമായി കുറച്ച് കാഴ്ചക്കാരെ നേടാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മാധ്യമത്തിന് നിലനിൽക്കണമെങ്കിൽ, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ ഇത്തരം അന്വേഷണാത്മകവും സത്യസന്ധവുമായ വാർത്തകൾ തന്നെ പുറത്തു കൊണ്ടുവരണം.